ഒരു സോഫ്റ്റ് പാസ്റ്റൽ പെയിൻറ്റിംഗ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഇത് ക്യാമലിൻ്റെ 20 കളേഴ്സിൻ്റെ ഒരു സെറ്റാണ്. ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന പെയിൻറ്റിങ്. അതായത് ഇതുവരെ സോഫ്റ്റ് പാസ്റ്റൽ യൂസ് ചെയ്യാത്തവർക്ക് പോലും വരയ്ക്കാം. ബിക്കോസ് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. അപ്പം എനിക്കിങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഇതുപോലെ ഒരു മൂണും താഴെയുള്ള ആ ഒരു ലാമ്പും നമ്മൾ പേപ്പറിൽ വരച്ച് വെക്കുക. എന്നിട്ട് സൈഡിൽ ടാപ്പ് ഒട്ടിക്കുക. ഓക്കെ, അതിനുശേഷം ഇതാ നമ്മൾ ആ മൂണിന് വൈറ്റ് കളറ് കൊടുക്കുക. ആദ്യം കുറച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മുടെ ഈ ക്യാമലിൻ്റെ സെറ്റിലുള്ള ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് ആ മൂണിന് ചുറ്റും കുറച്ച് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം അതിലുള്ള ഡാർക്ക് ബ്ലൂ എടുക്കുക. ആക്ച്വലി ഇതിൽ ഈ ഒരു ഡാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് വെച്ച് ഞാൻ ഈ ലൈറ്റ് ബ്ലൂവിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം ബ്ലാക്ക് എടുക്കുക. ബ്ലാക്ക് എടുത്തിട്ട് ഈ ലൈറ്റ് ബ്ലൂവിൻ്റെ ടോപ്പിൽ ഇതുപോലെ കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ഫിംഗർ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ചെയ്തത്. ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് ഷെയ്ഡ് ചെയ്ത് വരുന്നതായിരിക്കും, ബ്ലെൻഡ് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ അവസാനം ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് ബ്ലാക്ക് എടുത്തിട്ട് ഏറ്റവും ബാക്കിൽ കുറച്ചും കൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ഡാർക്കിലേക്ക് വരുന്നൊരു എഫക്റ്റ് കിട്ടും കേട്ടോ. ഇനി യെല്ലോ എടുക്കുക. ഏറ്റവും ലൈറ്റ് യെല്ലോ എടുത്തിട്ട് നമ്മുടെ ലാമ്പിൻ്റെ ഉള്ളിലെ ലൈറ്റ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഡാർക്കായിട്ടുള്ള യെല്ലോ എടുത്ത് കൊടുക്കുക. പിന്നെ സെൻറ്ററിൽ കുറച്ച് വൈറ്റ് പോർഷൻ ഒഴിവാക്കി വെക്കണം. പിന്നെ ഓറഞ്ച് എടുത്തിട്ട് ഏറ്റവും എൻഡിൽ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ആ നടുക്കുള്ള ഗ്യാപ്പിൽ വൈറ്റ് വരണം കേട്ടോ. ഇനി വൈറ്റ് വന്നിട്ടില്ലെങ്കിൽ വൈറ്റ് എടുത്ത് കൊടുത്താലും മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ചാർക്കോളിൻ്റെ പെൻസിലാണ്. എന്താ വെച്ചാൽ ലൈനൊക്കെ വരയ്ക്കാൻ നമ്മുടെ പാസ്റ്റൽ വെച്ചിട്ട് വരയ്ക്കാൻ ഇച്ചിരി കഷ്ടപ്പാടായതുകൊണ്ടാണ് ഞാൻ ചാർക്കോൾ എടുത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പാസ്റ്റൽ വെച്ചിട്ട് തന്നെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരച്ചോട്ടോ. ഓക്കെ, അങ്ങനെ ബ്ലാക്ക് കൊണ്ട് നമ്മൾ വരച്ചു കൊടുക്കുക. ദെൻ വൈറ്റ് എടുത്തിട്ട് ആ ലൈറ്റ് അടിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഔട്ട്ലൈനായിട്ട് വൈറ്റ് കൊടുത്താൽ മതി കേട്ടോ. ഇനി ബ്ലാക്ക് എടുത്തിട്ട് നമ്മൾ ലീഫ് വരച്ചു കൊടുക്കണം കേട്ടോ. അതായത് ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി. പെർഫെക്ഷനൊന്നും വേണമെന്നില്ല. നമ്മുടേതായ കഴിവ് വെച്ചിട്ട് നമുക്ക് പറ്റുന്ന പോലെ വരച്ചു കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം നമ്മുടെ ഈ സെറ്റിലുള്ള ഡാർക്ക് ഗ്രീൻ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ലീഫിൻ്റെ ഷേപ്പിൽ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഇടാൻ പറ്റുന്ന അത്രയും ആ ഗ്രീൻ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായി ഫിൽ ചെയ്താലും ഭംഗി ഉണ്ടാവില്ല. അതിനുശേഷം ലൈറ്റായിട്ടൊരു ഗ്രീൻ ഉണ്ട് അതിൽ, അതെടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ലൈറ്റ് അടിക്കുന്നിടത്ത് കാണുന്ന പോലെ കാണിക്കാൻ കുറച്ചെടുത്ത് ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മുടെ ഏറ്റവും ലൈറ്റ് കൊടുത്ത് ചെറിയ 2 ലൈനൊക്കെ ആ മൂണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരച്ചു കൊടുത്താൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ലുക്ക് വരും കേട്ടോ. അത് ചെയ്യുക. നെക്സ്റ്റ് വേണ്ടത് നമുക്ക് സ്റ്റാർസാണ്. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വൈറ്റ് എടുത്തിട്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി വരും അല്ലേ, മൂൺ ആൻഡ് സ്റ്റാർസ്. സ്റ്റാർ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടി അല്ലേ. ഓക്കെ, നമ്മൾ സൈഡിൽ ടാപ്പ് ഒട്ടിക്കണം എന്ന് പറഞ്ഞല്ലോ. പാസ്റ്റൽ വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും ടാപ്പ് ഒട്ടിക്കണം കേട്ടോ. അതിൻ്റെ ഭംഗി ഇതാ, അത് നമ്മൾ മാറ്റിക്കളയുമ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവും അല്ലേ. ടാപ്പ് മാറ്റിയപ്പോൾ എന്തൊരു പെർഫെക്ഷനാണ് കാണാൻ. സോ എന്തായാലും ടാപ്പ് ഒട്ടിക്കണം കേട്ടോ. സോഫ്റ്റ് പാസ്റ്റൽ യൂസ് ചെയ്യുമ്പോൾ, സോഫ്റ്റ് പാസ്റ്റലല്ല, പെയിൻറ്റിങ്ങോ ഓയിൽ പാസ്റ്റൽ എന്താണെങ്കിലും ചാർക്കോളോ പെൻസിലോ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും ടാപ്പ് ഒട്ടിച്ചാൽ അവസാനം ഒരു സാറ്റിസ്ഫിക്കേഷനാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ട്യൂട്ടോറിയൽ വെച്ച് ചെയ്ത് നോക്ക് കേട്ടോ.